തായ്ലാന്റിൽ ഗുഹക്കുള്ളിൽ പെട്ട കുട്ടികളുടെ കഥ. 2018 ജൂണിലെ ഒരു ദിവസം ഫുട്ബോൾ പരിശീലനത്തിന് ഇറങ്ങിയതാണ് തായ്ലാന്റിലെ ഒരു ഫുട്ബോൾ ടീം. 12 അംഗങ്ങളും പരിശീലകനും അടങ്ങുന്ന ടീമിലെ അംഗങ്ങൾ മിക്കവരും 11 മുതൽ 16 വയസ്സുവരെ പ്രായമുള്ളവർ. പരിശീലനത്തിന് ശേഷം അവരൊരു യാത്ര പ്ലാൻ ചെയ്തു. തായ്ലാന്റിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗുഹകളിൽ ഒന്നായ തോങ് ലുവാങ് ഗുഹ സന്ദർശിക്കുക എന്നതായിരുന്നു അത്. അതിസങ്കീർണമായ ഈ ഗുഹയിലേക്ക് അവർ കടന്നപ്പോൾ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ പെട്ടെന്ന് മാറിമറിയുമെന്ന് അവർ ചിന്തിച്ചിരുന്നുമില്ല. എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഒരു ഉഗ്രൻ മഴ പെയ്തു. അത് ഗുഹക്കുള്ളിൽ പെട്ടെന്ന് വെള്ളം പൊങ്ങാനിടയാക്കി. ഗുഹയിൽ 4 കിലോമീറ്ററോളം ഉള്ളിൽ കുട്ടികളും പരിശീലകനും അടങ്ങുന്ന സംഘം കുടുങ്ങി. അതിവേഗം ഈ വാർത്ത ലോകം മുഴുവൻ പരന്നു. രാജ്യങ്ങൾ സഹായഹസ്തവുമായി മുന്നോട്ടു വന്നു. രക്ഷാപ്രവർത്തനം അതിവേഗം മുന്നോട്ടു പോയി. ആദ്യത്തെ 9 ദിവസം കഴിക്കാനുള്ള ആഹാരം മാത്രമായിരുന്നു സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. ലോകത്തിൽ നിന്നും അകന്ന കടുത്ത ഏകാന്തതയിലും മാനസിക സമ്മർദ്ദത്തിലും ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നിൽക്കുമ്പോഴും തങ്ങളുടെ പരിശീലകന്റെ മനോധൈര്യവും പ്രചോദനവും കുട്ടികൾക്ക് കരുത്തായി. തങ്ങൾ പ്രതിസന്ധിയെ അതിജീവിക്കുമെന്നവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. തങ്ങൾ കുടുങ്ങിയെന്ന് മനസ്സിലാക്കിയ കുട്ടികൾ ഗുഹയുടെ മതിലിലേക്ക് 16 അടി ദ്വാരം കുഴിച്ച് ഒരു വഴി കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷെ പിന്നീട് അവർ അതുപേക്ഷിക്കുകയും ധ്യാനിച്ചും മനോനിയന്ത്രണത്തിൽ ഏർപ്പെട്ടും സമയം കഴിക്കുകയായിരുന്നു. 17-ാം ദിവസം താഴ്ന്ന നേവി സീലുകൾ കുട്ടികളെയും പരിശീലകനെയും കണ്ടെത്തുകയും അവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. അതിജീവനത്തിന്റെ വലിയൊരു പാഠമാണ് തായ്ലൻഡിലെ ഈ കുട്ടികളുടെ കഥ.